ഹലോ, ആരും ഇല്ല ഇവിടെ? ബ്രോ ഇറങ്ങി വാ. അച്ഛാ, അമ്മ വേഗം വാ. എളമ്മേ വേഗം വാ. കല്യാണി, എല്ലാരും വാ ഇവിടെ. കമോൺ. എന്തിനാണ് അവിടെ കിടന്ന് കൂവി വിളിക്കുന്നത്? കൂകി വിളിക്കും. അത്രയ്ക്ക് നല്ല ഗുഡ് ന്യൂസ് ആയിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. ഗുഡ് ന്യൂസോ? എന്ത് ഗുഡ് ന്യൂസ്? അമ്മ അത് സ്വീറ്റ്സ് എടുക്ക്, എന്നിട്ട് ഞാൻ കാര്യം പറയാം. ആദ്യം നീ കാര്യം പറ അരവിന്ദേ. പറയാ അമ്മ സ്വീറ്റ്സ് എടുക്ക്. ഇടുക്കച്ച. ഇനി പറ, എന്താ കാര്യം? അമ്മ ഒരു മിനിറ്റ്. ബ്രോ സ്വീറ്റ്സ് എടുക്ക്. എന്താടാ സ്വീറ്റ്സ് ഒക്കെ? നിനക്ക് എല്ലാ സപ്ലിയും കിട്ടിയോ? ബ്രോ കോമഡി വേണ്ട, ഇതേ പഠിത്ത കാര്യമൊന്നുമല്ല. ആദ്യം സ്വീറ്റ്സ് എടുക്ക്. എളമേ സ്വീറ്റ്സ് എടുക്ക്. എന്താ സ്വീറ്റ്സ് ഒക്കെ? ആദ്യം എടുക്ക്, കാര്യമൊക്കെ പറയാം. ശരി. കല്യാണി സ്വീറ്റ്സ് എടുക്ക്. കല്യാണി, അല്ലെങ്കിൽ വേണ്ട, നീ തന്നെ എടുത്ത് എല്ലാരും കൊടുക്ക്. അയ്യോ, ഇതൊന്നും വേണ്ട കുഞ്ഞെ. വേണം കല്യാണി, ഇന്നത്തെ സന്തോഷത്തിന് കാരണം നീ തന്നെയാ. പിടിക്കാൻ. ഇനി വാടാ. നീ ഇതൊരു കാര്യം എന്താന്ന് പറഞ്ഞില്ലല്ലോ. ആദ്യം അത് പറ. ബ്രോ ഇന്ന് മെയിൽ ചെക്ക് ചെയ്തില്ലേ അല്ലേ? അതെനിക്ക് മനസ്സിലായി. അന്ന് ആ അമേരിക്കൻ കമ്പനിക്ക് വേണ്ടി ബ്രോയും കല്യാണിയും കൂടി ഡെമോ കല്യാണം നടത്തി ഒരു പ്രൊജക്ട് സൈൻ ചെയ്തില്ലേ? ആ പ്രൊജക്ട് ഗ്രാൻഡ് സക്സസ് വിത്ത് ഡബിൾ പ്രോഫിറ്റ്. കൈയടിച്ചേ. എനിക്കല്ല ചേട്ടൻ. അതെ, ഇതുവരെ ഒരു പ്രൊജക്ടിനും ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്ര ലാഭം കിട്ടിയിട്ടില്ലെന്ന് അവര് തന്നെ പറയുന്നത്. അത് മാത്രമല്ല, ബ്രോയുടെയും കല്യാണിയുടെയും ഡെമോ കല്യാണത്തിന്റെ വീഡിയോ കണ്ടിട്ടേ ഫോറിനേഴ്സ് ഒക്കെ സൂപ്പർ ജോഡികളെന്ന കമന്റ് പറഞ്ഞിരിക്കുന്നേ. അല്ല, അമ്മ ഇതുവരെ കല്യാണ വീഡിയോ കണ്ടിട്ടില്ലല്ലോ. കണ്ടായിരുന്നെങ്കിൽ അമ്മ അതേ ഡയലോഗ് തന്നെ പറഞ്ഞേനെ. എന്റെ ഈ പെൻഡ്രൈവിലുണ്ട്, ഞാനിപ്പോ കാണിച്ചരേ. മാറ് ചേട്ടാ.
ആനന്ദ് കല്യാണിയുടെ കഴുത്തിൽ താലി വരെ കെട്ടിയില്ലേ, അതും ചേച്ചിയെ ധിക്കരിച്ച്. ഹാ, ഇതെല്ലാം കൂടി കൂട്ടിയും കിഴിച്ചും നോക്കുമ്പോ ആ ജോത്സ്യം പറഞ്ഞ പെണ്ണേ ആ കല്യാണി അല്ലേ എന്ന് എന്റെ മനസ്സിൽ ഒരു സംശയം. എങ്ങനെയുണ്ടമ്മ ഡെമോ കല്യാണം? ഇത് കണ്ടാലേ ഫോറിനേഴ്സ് അല്ല, അന്യഗ്രഹ ജീവികളേറെ വീണു. ബ്രോയും കല്യാണി പെർഫെക്റ്റ് ആൻഡ് റിയൽ ജോഡികളെ പോലെ ഇരിക്കല്ലേ? ബ്രോ, ഇതിന്റെ എല്ലാ ക്രെഡിറ്റും എനിക്കാ തരേണ്ടത്. ഒരു കാരണവശാലും ഡെമോ കല്യാണത്തിന് ഇരിക്കില്ലെന്ന് വാശി പിടിച്ചവരാ നിങ്ങൾ രണ്ടുപേരും. എന്നിട്ട് പിടിച്ച പിടിവിടാതെ ഞാനാ രണ്ടെണ്ണത്തിന് കമ്പയർ ചെയ്ത് അഭിനയിപ്പിച്ചത്. അതുകൊണ്ട് ഇപ്പൊ എന്താ, ഇത്രയും ലാഭം കിട്ടി. അതാണ് പറയുന്നത്, ചെയ്യാനുള്ള കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. ഛീ! അപ്പൊ ഇതിനെല്ലാത്തിനും കാരണം നീയാണല്ലേ? നിന്റെ ഏട്ടനെ ആരോട് ചേർത്താടാ നീ പെർഫെക്റ്റ് ജോഡി എന്ന് വിളിച്ചു കൂവിയത്? തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മൂത്ത മകൻ ആനന്ദിന് പെർഫെക്റ്റ് ജോഡിയായി നീ കണ്ടെത്തിയത് ഈ നാലാം തരം അടുക്കളക്കാരിയല്ലേ? ആനന്ദിന്റെ നിഴലോരത്ത് നിൽക്കാൻ പോലും വേണോടാ ഒരു മിനിമം യോഗ്യത. കഷ്ടം. ഇനിയെങ്കിലും അവനവന്റെ അന്തസ്സിനും ആഭിജാത്യത്തിനും ചേർന്ന് ചിന്തിക്കാനും പ്രവർത്തിക്കാനും പഠിക്കും. തമാശയ്ക്ക് പോലും ഇനി നീ ഇങ്ങനെ സംസാരിച്ച ഞാൻ പ്രസവിച്ചതാണെന്ന് പോലും നോക്കില്ല. അറുത്ത് തുണ്ടം തുണ്ടമായി ഇവിടെ ഇടും. ഇപ്പോഴേ പറഞ്ഞില്ലെന്ന് വേണ്ട. കെട്ടിലമ്മ ഒന്ന് നിന്നേ. എന്താ എന്താ മാഡം? ഒന്നുമില്ലെന്നേ, വെറുതെ ഒന്ന്
കാണാനാ? ഹ്, ആ ചെക്കന്റെ ഒരു കണ്ടുപിടുത്തം കണ്ടില്ലേ? ആനന്ദും നീയും തമ്മിൽ പെർഫെക്റ്റ് മാച്ച് ആണെന്ന്. അതെ, മോൾ അഖിലേച്ചി പറഞ്ഞത് കേട്ടില്ലേ? ഹാ, അടുക്കളക്കാരി എന്നും അടുക്കളക്കാരി തന്നെയാ. ഹ്, തൃച്ചംബരത്തെ അരമന സ്വപ്നം കണ്ട് നടക്കണ്ടാന്ന്. അല്ലെങ്കിൽ തന്നെ നീ എന്താടി കരുതിയത്? ആ ഡെമോ കല്യാണത്തിൽ നിന്നങ്ങ് രക്ഷപ്പെട്ടെന്നോ? ഹ്, എന്നാ നിനക്കങ്ങ് തെറ്റി. അത് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മനസ്സിലുണ്ടാക്കിയ മുറിവ് ചെറുതല്ല. ആ മുറിവ് അങ്ങനെയൊന്നും ഉണങ്ങാൻ ഈ വിലാസിനെ സമ്മതിക്കുകയില്ല. നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതീന്ന് രക്ഷപ്പെടാൻ ഏത് ക്ഷേത്രത്തിൽ പോയി അഗ്നികുംഭം എടുത്താലും നടക്കുകയില്ല. ഈ വിലാസിനിയാ പറയുന്നേ. നിക്ക്. എന്താടി അഗ്നികുംഭം എന്ന് പറഞ്ഞപ്പോ നീയൊന്ന് ഞെട്ടിയത്? പറയടി. അന്ന് നീ ആനന്ദ് സുഖപ്പെടാൻ ഗുരുജിയുടെ വാക്ക് കേട്ട അഗ്നികുംഭമല്ലേ എടുത്തത് ക്ഷേത്രത്തിൽ വെച്ച്? അല്ല, ഞാൻ വല്യൂഞ്ഞിന് വേണ്ടി വെറ്റിലിൽ കർപ്പൂരം കത്തിച്ചു വെച്ചാ പ്രാർത്ഥിച്ചത്. എങ്കി പിന്നെ ഞാൻ പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? അത് മാഡത്തിന് വെറുതെ തോന്നിയതാ. ഞാൻ പോന്നു. ഉം. ഇപ്പൊ നീ പൊയ്ക്കോ. ഏതായാലും ആ ക്ഷേത്രത്തിലെ പൂജാരിയെ ഒന്ന് ഞാൻ കണ്ടുപിടിക്കട്ടെ. ഹ്, പൂജാരി കള്ളം പറയില്ല. അതോടെ നിന്റെ ചെമ്പ് തെളിഞ്ഞോളും, കള്ളി. എല്ലാം എടുത്തു വെച്ചോ. ആ, എല്ലാം എടുത്തു വെച്ച് മാഡം. റെഡിയാ, ഇരിക്കാം. ശരി, നീ വീട്ടിൽ പൊയ്ക്കോ, ഞാൻ വിളമ്പിക്കോളാം. അയ്യോ വേണ്ട മാഡം, മാഡം ഇരിക്കും, ഞാൻ വിളമ്പിത്തരാം. നിന്നോടല്ലേ പറഞ്ഞത്? ഇന്ന് ഞാനാ വിളമ്പുന്നേ. സെർവന്റിന്റെ ആവശ്യമില്ല, നിനക്ക് പോവാം. അല്ല മാഡം. ഷടാ, പോവാൻ പറഞ്ഞാ പൊയ്ക്കോളൊന്നറിയില്ലേ? പിന്നെന്തിനാ നീ അത് ഇതൊന്നും പറഞ്ഞോണ്ട് നിൽക്കുന്നേ? ഓ, എന്ത് പറ്റി അഖിലേ നിനക്ക്? ഏയ് ഒന്നും ലക്ഷണേട്ടാ, ഓക്കെ. എനിക്ക് നിങ്ങളോട് തനിച്ച് സംസാരിക്കണം. അതിനാ അവളോട് പോവാൻ പറഞ്ഞേ. നിങ്ങളിരിക്കും. ഇരിക്കടാ. നീ ഇരിക്കകിലേ? ഇരിക്കാം. ആദ്യം നിങ്ങൾ കഴിക്കാം. കൃഷ്ണേട്ടനും മക്കൾക്കൊക്കെ എന്റെ കൈകൊണ്ട് വിളമ്പി തന്നിട്ട് ഒരുപാട് നാളായി. എന്തു പറ്റി അഖിലേ? നിന്റെ മുഖമാകെ വാടിയിരിക്കുന്നല്ലോ. കാര്യം എന്താണെന്ന് പറഞ്ഞൂടെ നിനക്ക്? പറയാം. നമ്മുടെ 2 മക്കളിൽ ആനന്ദിനെ കുറിച്ച് ഓർത്ത് ഞാൻ ഒരിക്കലും ടെൻഷൻ അടിച്ചിട്ടില്ല. പക്ഷേ ഇപ്പൊ എനിക്കെന്തോ ആനന്ദിന്റെ കാര്യത്തിൽ ഒരു ഭയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഐ എം വറീഡ്. അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു തോന്നൽ വരാൻ? അതിനതൊക്കെ എന്താ ഇവിടെ സംഭവിച്ചത്? ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചില്ലേ?
എന്റെ അനുവാദമില്ലാതെ ഒരിക്കലും ഒരു കാര്യവും ചെയ്യാത്ത ആനന്ദിനെ ആ ഡെമോ കല്യാണ വിഷയത്തിൽ തിരിപ്പിച്ചു. ദേ ഇവൻ. മര്യാദയ്ക്ക് നടക്കുന്ന ആനന്ദിനെ ഇവൻ ഇതുപോലെ പലതും പറഞ്ഞും ചെയ്യിച്ച് നശിപ്പിക്കുമെന്നാ ഇപ്പൊ എന്റെ സംശയം. തൃച്ചംബരത്ത് തറവാടിന് ഒരു അന്തസ്സും കുടുംബ മഹിമയൊക്കെ ഉണ്ട്. അത് എന്റെ കാലശേഷം ആനന്ദ് കാക്കുന്നാ ഞാൻ കരുതുന്നേ. പക്ഷേ ഈ അരവിന്ദ് ഒരാള് കാരണം ഇപ്പൊ എനിക്ക് ആ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുക. അമ്മേ പ്ലീസ്, അന്നത്തെ ആ ഒരു പ്രത്യേക സാഹചര്യത്തില് അതേ ഒരു വഴി ഉണ്ടായിരുന്നുള്ളൂ. അതാ ഞങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. ഇനി ഒരിക്കലും ഞാൻ എന്റെ ജീവിതത്തില് അമ്മയുടെ അനുവാദമില്ലാതെ ഒരു തീരുമാനം എടുക്കില്ല. അമ്മയ്ക്ക് എന്നെ വിശ്വസിക്കണം. ആനന്ദിന്റെ വാക്ക്. അമ്മ, അന്ന് 100 കോടി പ്രൊജക്ട് നഷ്ടപ്പെടുത്തരുന്ന് കരുതിയാ ഞാൻ അങ്ങനെ ചെയ്യിച്ചത്. അല്ലാതെ അമ്മയുടെ വാക്ക് ധിക്കരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല. അമ്മ എന്നെ എങ്ങനെ ഒറ്റപ്പെടുത്തുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും വളരെ സങ്കടമാണ്. അഖിലേ, ആനന്ദും അരവിന്ദും പറഞ്ഞത് കേട്ടില്ലേ? സംഭവിച്ചതിനൊക്കെ അവർക്ക് വല്ലാത്ത ഖേദവും സങ്കടവും ഉണ്ട്. ഇറ്റ്സ് ഓൾ ഓവർ നൗ. നീ അതിനെപ്പറ്റി ആലോചിച്ച് പറയിടാവരുത് പ്ലീസ്. അമ്മയുടെ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് വയ്യ. ദേ, ഈ നിമിഷം ആഹാരത്തിന് മുന്നിൽ വെച്ച് ഞങ്ങളൊരു പ്രോമിസ് ആയിരുന്നു. ഞാനും അരവിന്ദും കാരണം ഈ കുടുംബത്തിന് ഒരിക്കലും ഒരു ചീത്തപ്പേരും വരില്ല. ഈ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും ഞങ്ങൾ കാത്തു സൂക്ഷിക്കും എപ്പോഴും. അതെ അമ്മ, ഈ കാര്യത്തിൽ അമ്മയ്ക്ക് ഞങ്ങളെ വിശ്വസിക്കാം. ഇതന്നെ സംഭവിച്ചത് നാളെ ആവർത്തിക്കില്ല. സത്യമാണ് അമ്മ. ഞാനും അരവിന്ദും കാരണം ഈ കുടുംബത്തിന് ഒരിക്കലും ഒരു ചീത്തപ്പേരും വരില്ല. ഈ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും ഞങ്ങൾ കാത്തു സൂക്ഷിക്കും എപ്പോഴും. അതെ അമ്മ, ഈ കാര്യത്തിൽ അമ്മയ്ക്ക് ഞങ്ങളെ വിശ്വസിക്കാം. ഇതന്നെ സംഭവിച്ചത് നാളെ ആവർത്തിക്കില്ല. സത്യമാണ് അമ്മ. അഖിലേ, നമ്മുടെ മക്കളല്ലേ പറയുന്നത്. അതിനപ്പുറം എന്തുറപ്പാ നിനക്ക് വേണ്ടത്? കമോൺ, cheer up. നല്ലൊരു സന്ധ്യയ്ക്ക് ഈ ആഹാരത്തിന്റെ മുന്നിലിരുന്ന് നീ ഞങ്ങളെ വിഷമിപ്പിക്കരുത്. ഓക്കെ, ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു. എല്ലാവരും ആഹാരം കഴിക്കേ. നാളെ മൈലാഞ്ചി ഇടുന്ന ചടങ്ങ്. നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേക്കണം. കഴിച്ചു തുടങ്ങിക്കോ. ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാം. അതെ, എന്താ ഈ മൈലാഞ്ചിയുടെ സംഭവം? അല്ല, അതെ, ചടങ്ങ് എന്ന് പറഞ്ഞ് ഞങ്ങളെ അങ്ങ് ചോപ്പിച്ചെടുക്കോ? നോ. ഈ മൈലാഞ്ചിയുടേത് അങ്ങ് മലബാറിലൊക്കെ നടക്കുന്ന പോലത്തെ രീതിയിലുള്ള ചടങ്ങല്ല. ഇത് തൃച്ചംബരത്തിന്റെ ഒരു സ്പെഷ്യൽ ഐറ്റം. മരുമകളാകാൻ പോകുന്ന പെൺകുട്ടിയുടെ കയ്യിൽ തൃച്ചംബരത്തെ ഗൃഹനാഥ മൈലാഞ്ചി ഇടുന്നതാണ് ചടങ്ങ്. ഇതുപോലെ കല്യാണം വരെ മറ്റ് പരമ്പരാഗത ചടങ്ങുകൾ വേറെയുണ്ട്. ആഹാ, ഓരോന്നോരോന്നായിട്ട് വരാൻ പോകുന്നതേ ഉള്ളൂ. അമ്മ പറഞ്ഞു തരും കാര്യങ്ങളൊക്കെ. എന്റെ ശിവനെ, ഇങ്ങനെ പാരമ്പര്യം ചടങ്ങുന്നൊക്കെ പറഞ്ഞ് അല്ല ഇനി അമ്പലക്കുളത്തിൽ മുങ്ങാൻ കൂടിയിട്ട് താലിയിട്ടേണ്ടി വരും. അല്ല, എനിക്ക് നീന്താ അറിയാത്തോണ്ടേ ബ്രോ തന്നെ 2 കെട്ടേണ്ടി വരും. എടാ പോടാ അവിടുന്ന്.